ആദ്യമായിട്ട് ഒരാളുടെ പ്രണയം ഉണ്ടായി. അത് നമ്മോട് പറയാൻ പറ്റുമോ? മനസ്സിലാവോ? നോ അല്ലേ പറയാ? ഞാൻ അറിയാണ്ട് എന്തെങ്കിലും പറ്റിപ്പോയി നമ്മോട് പറയാൻ പറ്റുമോ? അപ്പൊ എന്ത് പറ്റും? ഈ പറയാൻ പറ്റാത്ത സ്പേസ് നമ്മളെ അവിടെ പോയി തപ്പാം. ഫ്രണ്ട് സർക്കിൾസ്. എൻ്റെ കൗൺസിലിംഗ് സെഷൻസിൽ കുറേ പേരൻസ് വരും. മകൻ ഡ്രഗ് അഡിക്റ്റാ, ആൽക്കഹോൾ. ഞാൻ പറയുന്നത് വെറും 13 വയസ്സുള്ള കുട്ടികളാട്ടോ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് 21 അല്ലെങ്കിൽ 15, 10, 12 സ്മോക്കിംഗ് അഡിക്ഷൻ ആൾക്കാർ, പോൺ അഡിക്ഷൻ. പിന്നെ നമുക്ക് ന്യൂസിൽ കുറേ കേൾക്കാറില്ലേ, ഡ്രഗ് അഡിക്റ്റ് ആണ്, അതാണ്. പേരൻസ് ആരെയും കുറ്റം പറയാറ്? കുട്ടികളുടെ കൂട്ടുകെട്ട്. ഈ പേരൻസ് സമയത്തിന് അറ്റൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവർക്ക് സ്പേസ് കൊടുത്തിട്ട് അവർ പുറത്തു പോയി തണുപ്പോ? പറയാൻ പറ്റില്ല. എല്ലാ എഡിക്ഷനും ബാക്കിലും ഒരു വോയിഡ് സ്റ്റോറി ഉണ്ടാവും. സ്വന്തം അച്ഛനായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, അവർക്ക് ഒരിക്കലും അവരെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? അവരതെന്തെങ്കിലും അസോസിയേറ്റ് ചെയ്യും. ആദ്യമായിട്ട് എൻ്റെ ലൈഫിന് ട്രോമ ഉണ്ടായി. എനിക്ക് പറയാൻ എവിടെയും പറ്റുന്നില്ല. ഐ ടുക്ക് എ പഫ്. I felt good. Second time, same trigger. I took another puff. I felt good. നമ്മൾ എന്ത് ചെയ്യും? I felt good. Dopamine hit. I felt good. Dopamine hit. Now, can you blame that person because he's an addict? No. Mental health is also about acceptance. നിങ്ങൾ ഒരു അഡിക്റ്റായ ഒരാളെ ഒരിക്കൽ പോലും താഴ്ത്തിക്കെട്ട് സംസാരിക്കാത്ത, പുച്ഛിക്കാത്ത. They have a I told story.